ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നൈറ്റി കട്ട് ചെയ്യുമ്പോൾ ബാക്കിനെ അപേക്ഷിച്ച് ഫ്രണ്ടിലെ കൈക്കുഴി അല്പം കുഴിച്ച് വെട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ കുഴിച്ച് വെട്ടുമ്പോൾ ഈ ബാക്കിലെ കൈക്കുഴിയും ഫ്രണ്ടിലെ കൈക്കുഴിയും തമ്മിൽ വ്യത്യാസം വരാറുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. ആ വ്യത്യാസം പലപ്പോഴും നമ്മുടെ നൈറ്റിയുടെ പെർഫെക്ഷനെ ബാധിക്കും. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നൈറ്റിയുടെ ഫ്രണ്ടിലെ കൈക്കുഴി ഒന്ന് കുഴിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ ഫ്രണ്ടിൽ മാത്രം കൈക്കുഴിയുടെ ഭാഗം ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് വീതിയിൽ നമ്മളിങ്ങനെ കുഴിച്ച് വെട്ടിക്കൊടുക്കും. ഇങ്ങനെ വെട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ആ ചുളുക്കൊക്കെ ഒഴിവാക്കാം കേട്ടോ. ഇങ്ങനെ വെട്ടണം നല്ലതായിരിക്കും. അല്ലെങ്കിൽ അപ്പോൾ അവിടെ ചുരുണ്ടുകൂടി തൂങ്ങിയൊക്കെ കിടക്കും. അത് ഒഴിവാക്കാം ഇങ്ങനെ കുഴിച്ച് വെട്ടുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുഴിച്ച് വെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബാക്കിലെ കൈക്കുഴിയും ഫ്രണ്ടിലെ കൈക്കുഴിയും ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ അറ്റം വരെ പിടിച്ച് നോക്കുമ്പോൾ ഫ്രണ്ടിൽ അല്പം കൂടുതലുണ്ടാവും. എങ്ങനെ വന്നാലും ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് കൂടുതൽ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ അത് ഞാനിവിടെ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നൈറ്റി നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഒരു ഭയവും ഇല്ലാണ്ട് തന്നെ മറ്റുള്ളവർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നൈറ്റി തയ്ച്ച് കൊടുക്കാൻ പറ്റും. ഈ നൈറ്റിയിലെ ഇതുപോലുള്ള ചെറിയ ചെറിയ അപാകതകൾ പരിഹരിച്ച് പോകുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് നൈറ്റി നമുക്ക് തയ്ച്ച് നല്ല വരുമാനം സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഞാനിവിടെ ചെയ്യണം ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈ പിടിപ്പിക്കുമ്പോൾ നമുക്ക് ഈ കൈക്കുഴിയുടെ ഭാഗം ഇത്രയും ഇവിടുത്തെ ഈ വ്യത്യാസം നമ്മളിങ്ങനെ തയ്ച്ച് വരുമ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസം വരും ഫ്രണ്ടിൽ മാത്രം. അപ്പോൾ കൈ നമുക്ക് അതുപോലെ കൈ കുഴിച്ച് വെട്ടിയാലും ഇല്ലെങ്കിലും നമുക്കിത് എത്താണ്ട് വരാറുണ്ട് ചിലർക്ക്. ഇങ്ങനെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ നമ്മൾ കൈക്കുഴി കട്ട് ചെയ്തെടുത്തല്ലോ. എന്നിട്ട് ഫ്രണ്ടിലെ കൈക്കുഴി നമ്മൾ ഇതേപോലെ ഒന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കും. ഇങ്ങനെ കുഴിച്ച് വെട്ടി കൊടുത്തില്ലെങ്കിൽ ഇവിടെ ചുളുക്ക് കൂടുതൽ കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൈക്കുഴി കുഴിച്ച് വെട്ടണം. നല്ലതാണ് എന്തായാലും, നൈറ്റിക്കാണെങ്കിലും ചുരിദാറിനാണെങ്കിലും. അപ്പോൾ ഫ്രണ്ടിൽ ഒരു ഭംഗി ഉണ്ടാകും ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ. ഇവിടെ കൊട്ട പോലെ കിടക്കില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ കുഴിച്ച് വെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കിനെ അപേക്ഷിച്ച് ഫ്രണ്ടിലെ കൈക്കുഴി വലുതായിരിക്കും നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ആ കൈക്കുഴി നമ്മൾ സ്ലീവുമോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സ്ലീവ് ഫ്രണ്ടിൻ്റെ ഭാഗത്ത് തികയാണ്ട് വരും. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന ഒരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്നൊരു ട്രിക്ക് ഇത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഇത് വെട്ടുമ്പോൾ നമ്മൾ ബാക്കാണ് ടൈ ഇരിക്കുന്നത്. ഫ്രണ്ടിൻ്റെ ഭാഗം ഞാൻ ഇവിടെ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ബാക്കിനെ അപേക്ഷിച്ച് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. കണ്ട, ഇത്രേ വരുള്ളൂ ഫ്രണ്ടിൻ്റെ ഭാഗം. കാണാൻ പറ്റണില്ലേ? ഇത് ഫ്രണ്ടിൻ്റെ ഭാഗം കേട്ടോ. ഇത് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഞാൻ ക്ലിയറായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഇപ്പം ഞാനിത് ഫ്രണ്ടും ബാക്കും മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ടാണ് കേട്ടോ. ഇത് ഫ്രണ്ടാണ്, ഇത് ബാക്കാണ്. അപ്പോൾ അതെ ഫ്രണ്ടിൽ ഇതുപോലെ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്രണ്ടിൻ്റെ ഷോൾഡർ മാത്രം ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ സ്ലീവ് പിടിപ്പിക്കുമ്പോൾ ഈ വ്യത്യാസം ഇവിടെ ഉണ്ടാവില്ല. കറക്റ്റ് തന്നെയായിട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ എന്താ വേറൊരു ഗുണം എന്ന് വെച്ചാൽ, നമ്മുടെ കഴുത്ത് മുകളിലേക്ക് കയറി പോകില്ല, ബാക്കിലേക്ക് കയറി പോകില്ല. അപ്പോൾ ഇതെല്ലാവരും തയ്ക്കുമ്പോൾ ഈ ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.